കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നോറ ഇന്ന് എവിക്റ്റ് ആയില്ലേ? അതേപോലെ തന്നെ സിജോ ആണ് നാളെ എവിക്റ്റ് പോകുന്നത്. ബിഗ് ബോസിലെ പുതിയ പ്രമോ വന്നിട്ടുണ്ട്, പുതിയ പ്രമോ. ആ പ്രമോയിൽ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാം. നാളെ വരുമ്പോൾ ഒരു ഫൺ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫൺ ടാസ്ക് കൊടുക്കുന്നുണ്ട്. അതിലൊരു വാക്കോ അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഇതിൽ പറയും. അതിൽ ആദ്യത്തെ വാക്കെന്ന് പറയുന്നത് പ്രമോയിൽ വെച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത്. കൗശലക്കാരനായിട്ടുള്ള ആൾ ആരാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അഭിഷേക് പെർഫെക്റ്റ് കോഴി എന്നൊക്കെ പറഞ്ഞ് വേറെ എന്തെങ്കിലും ഉത്തരമൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജാസ്മിൻ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ എല്ലാ വള്ളിയും കയറി പിടിക്കാറുണ്ട് എന്ന് നമ്മുടെ ജാസ്മിൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. അതേസമയത്ത് ഇപ്പുറത്തുനിന്ന് ഈ കൂട്ടത്തിൽ ഏറ്റവും പാവം ആരാന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ കൈപൊക്കാൻ വന്നെങ്കിലും പെട്ടെന്ന് അടിച്ചമർത്തുന്ന രീതിയിൽ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പാവം എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നതൊക്കെയാണ് പ്രമോയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രമോയിൽ ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എവിക്ഷൻ ഉണ്ട്. ആ എവിക്ഷനിൽ പുറത്താകുന്നത് ഇന്ന് ഒരുപാട് പേര് പെൻഡിങ്ങിൽ ഇട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ജിൻഡോ സേവ്ഡ് ആണ്, പിന്നെ അർജുൻ സേവ്ഡ് ആണ്, പിന്നെ നോറയെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും പെൻഡിങ്ങിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ പെൻഡിങ്ങിൽ കിടക്കുന്ന ആൾക്കാരുടെ റിസൾട്ടിൽ ആദ്യം സേവ് ആവുന്നത്, ലാസ്റ്റ് സേവ് ആവുന്നത്, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായിട്ടുള്ള ന്യൂസ് ഇതുവരെ കിട്ടിയില്ല. പക്ഷെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ സിജോ പുറത്താകുന്നുണ്ട്. പക്ഷെ ഇന്ന് സിജോനോട് ലാലേട്ടൻ ചോദിച്ചു, സിജോ പുറത്തു പോകുന്നതാണോ അല്ലെങ്കിൽ സേവ് ആവുന്നതാണോ അല്ലെങ്കിൽ പെൻഡിങ്ങിലായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ സിജോ പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഉറപ്പായിട്ടും സേവ് ആവുക തന്നെ ചെയ്യും, അതിലെനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഇന്ന് ചിലപ്പോൾ പെൻഡിങ്ങിലാവാനായിരിക്കും ചാൻസ് എന്ന് പറഞ്ഞ് കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ഉറപ്പായും സേവ് ആവും എന്ന് ഉദ്ദേശിച്ച സിജോയ്ക്ക് നാളെ കാത്തിരിക്കുന്ന ഒരു വമ്പൻ ട്വിസ്റ്റ് അല്ലെങ്കിൽ വമ്പൻ അടിയാണ്. എന്തായാലും ഉറപ്പിച്ച് പറയും, ബിഗ് ബോസ് വീട്ടിലുള്ള ആൾക്കാർ ആരും പ്രതീക്ഷിക്കില്ല. എല്ലാവരും ചിലപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ ശ്രീതു അല്ലെങ്കിൽ ഋഷി എവിക്റ്റ് ആവുന്നതായിരിക്കും. പക്ഷെ അത്ഭുതകരമായിട്ട് സിജോ എവിക്റ്റ് ആവുന്ന കാണുമ്പോൾ തന്നെ ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരും കിളി പോകാൻ തന്നെ ചാൻസ് കൂടുതലാണ്. അത് മാത്രമല്ല സിജോയ്ക്ക് തന്നെ നല്ല രീതിയിലുള്ള സർപ്രൈസ് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇവർ എവിക്റ്റ് ആയാൽ പോലും തിരിച്ച് അവരുടെ വീട്ടിലോട്ട് പോകാനുള്ള സാധ്യത തീരെ കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ഇത്രയും ദിവസം കൊണ്ട് എവിക്റ്റ് ആയി പോയിട്ടുള്ള എല്ലാ കണക്സും റീ എൻട്രി ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലോട്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നോറ അതുപോലെ തന്നെ സിജോയും അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് വീണ്ടും പിറ്റേ ദിവസം തന്നെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലുള്ള റീ എൻട്രി ചെയ്യാനായിരിക്കും സാധ്യത കൂടുതൽ എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും നാളെ സിജോ എവിക്റ്റ് ആവുന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പൊ ഇതുപോലത്തെ ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ആൻഡ് ഹോട്ടസ്റ്റ് അപ്ഡേറ്റ്സിനും മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ സ്വന്തം CS റോക്കേഴ്സ്.